ഇന്ന് വരെ നോക്കുവാണെങ്കിൽ ഒരു സ്കൂൾ ടീമിനെ പോലും കോച്ച് ചെയ്ത് പരിചയമില്ലാത്ത ഒരുത്തനെ പിടിച്ച് ഇന്ത്യയുടെ കോച്ചാക്കി മാറ്റിയ BCCI വേണം ചൂലെടുത്തടിക്കാൻ. നോക്കുവാണെങ്കിൽ ഗൗതം ഗംഭീറിന്റെ കീഴിൽ ഇന്ത്യക്ക് നേട്ടങ്ങളെ ഉള്ളൂ. എന്തെല്ലാം നേട്ടങ്ങളാണ് ഇന്ത്യക്ക് T20 വേൾഡ് കപ്പ് നേടിക്കൊടുത്ത കോച്ച്, അതുപോലെ തന്നെ ചാമ്പ്യൻസ് ട്രോഫി നേടിക്കൊടുത്ത കോച്ച്. കുന്തമാണ് കുന്തം. രോഹിത് ശർമ്മയുടെ ചിറകിലേറിയിട്ട് ചാമ്പ്യൻസ് ട്രോഫി നേടി. എന്നിട്ട് രോഹിത് ശർമ്മയെ ചവിട്ടി പുറത്താക്കി. എന്റെ ആൾക്കാർ മതി, ഇവിടെ സൂപ്പർ സ്റ്റാർ കൾച്ചറൊന്നും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് രോഹിത് ശർമ്മയെ ചവിട്ടി പുറത്താക്കി. എന്നിട്ട് സ്വന്തമായിട്ട് ടീം ഉണ്ടാക്കി. എന്നിട്ട് രാഹുൽ ദ്രാവിഡും രോഹിത് ശർമ്മയും കൂടെ നേടിയ ക്രെഡിറ്റ് എടുക്കാൻ നടക്കുവാണ് ഈ നാണമില്ലാത്ത ഗൗതം ഗംഭീർ T20 വേൾഡ് കപ്പ് നേടിയെന്ന്. ബുംറയും സഞ്ജു സാംസണും ഹാർദിക് പാണ്ഡ്യ ഇല്ലായിരുന്നെങ്കിൽ കാണായിരുന്നു. സ്വന്തം മണ്ണിൽ നാണം കെട്ട് പോയനെ. സൗത്ത് ആഫ്രിക്കയുടെ കയ്യിൽ നിന്ന് അടി കൊണ്ടിട്ട് നാണവും മാനവും ഇല്ലാതെ സഞ്ജു സാംസനെ പിടിച്ച് ടീമിനകത്ത് ഇട്ടേക്കുന്നു. ഹെവി ലെഫ്റ്റ് ഹാൻഡ് സൈഡുമായിട്ട് ഇറങ്ങി സൗത്ത് ആഫ്രിക്കയെതിരെ. നാണം കെട്ട് നിലനിൽപ്പിന് വേണ്ടി സഞ്ജു സാംസനെ ടീമിലോട്ട് കൊണ്ടുവന്നു. സഞ്ജു സാംസൺ നോക്കുവാണെങ്കിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ തോറ്റ കളി വിജയിപ്പിക്കുന്നു. എടാ, കുറച്ച് പാലെടുത്ത് അവന്റെ കാലോട്ട് ഒഴിച്ചിട്ടില്ല, പട്ടി നക്കുന്ന പോലെ നക്കി കുഴിഞ്ഞി. സഞ്ജു സാംസനെയും ബുംറയും ഹാർദിക് പാണ്ഡ്യയും വെച്ചിട്ട് T20 വേൾഡ് കപ്പ് നേടിയിട്ട് അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ നടക്കുന്നു നാണവും മാനവും ഇല്ലാത്തവൻ. ഇന്ന് നോക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ എവിടെ കൊണ്ടുവച്ചു ഇവൻ എന്ത് യോഗ്യത ഉണ്ട് ഇന്ത്യൻ ടീമിന്റെ കോച്ചാവാൻ? ഇവന്റെ എന്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട് ഇന്ത്യൻ ടീമിന്റെ കോച്ചാവാനുള്ളത്? ഏതെങ്കിലും ഒരു ക്ലബ് ടീമിനെ, ഏതെങ്കിലും ഒരു ഹൈസ്കൂൾ ടീമിനെ ഇവൻ കോച്ച് ചെയ്തിട്ടുണ്ടോ? ഇവൻ എന്ത് റെക്കോർഡാണ് ആസ്ട്രേലിയയിലും ഇംഗ്ലണ്ടിലും ന്യൂസിലാൻഡിലും ഉള്ളത്, അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കയിലുള്ളത്? ഇവൻ വിറയ്ക്കത്തില്ലായിരുന്നു ബാറ്റ് ചെയ്യാൻ പോകുമ്പോഴത്തേന് ആസ്ട്രേലിയയിലും ഇംഗ്ലണ്ടിലും സൗത്ത് ആഫ്രിക്കയിലും? അങ്ങനെയുള്ളൊരു കണ്ടീഷനകത്ത് ഒരു മാസം കൊണ്ട് നോക്കുവാണെങ്കിൽ 4 കളി അടുപ്പിച്ചാണ് തോക്കുന്നത് ഇന്ത്യ. 4 കളി അടുപ്പിച്ച് തോക്കുന്നു. അയർലാൻഡ് പോലെ ഒരു B ടീമിനെതിരെ നമ്മൾ തോക്കുക, ഇംഗ്ലണ്ടിനെതിരെ തോക്കുവാണ്. അതായത് നേപ്പാളിനെതിരെ പോലും തോക്കേണ്ട ഒരു ടീമായിരുന്നു ഇംഗ്ലണ്ട് T20 വേൾഡ് കപ്പിനകത്ത്. വെസ്റ്റ് ഇൻഡീസിനെതിരെ തോറ്റ ഒരു ടീമായിരുന്നു ഇംഗ്ലണ്ട്. ഇന്ത്യയെ നോക്കുവാണെങ്കിൽ നിസ്സാരമായിട്ട് തോപ്പിക്കുന്നു. ഒരു സ്ട്രാറ്റജി പോലും ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു കോച്ച്, പിച്ച് കണ്ടീഷനെ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു കോച്ച്, ഇവനെ പിടിച്ച് ഹെഡ് കോച്ചാക്കി വെച്ചേക്കോ. ഹെഡ് കോച്ച് ഇന്ന് നോക്കുവാണെങ്കിൽ ആരെ പ്രൂവ് ചെയ്യാനാണ് നീ അർഷിത് റാണെ പറഞ്ഞു വിട്ടത്? 7ാം നമ്പറിനകത്ത് ഹെവി ലെഫ്റ്റ് ഹാൻഡർമാരെ പിടിച്ചിറക്കിയിട്ട് പ്രൂവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു വിടുക. ഒരു റൈറ്റ് ഹാൻഡർ ഉണ്ട് അർഷിത് റാണ, ശിവൻ ദുബൈക്ക് മുമ്പേ പറഞ്ഞു വിടുക. അവിടെ കിടന്ന് തുഴയുമായിരുന്നു. തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കാതിരി. കഴിവുള്ള ഒരുപാട് പേര് വെളിയിൽ ഇപ്പോൾ ഉണ്ട്. നിനക്ക് അവരെ ഒന്നും വേണ്ടല്ലോ. നിനക്ക് നിന്റെ തുണി കഴുകി തരുന്നത്, നിന്റെ അണ്ടർവെയർ കഴുകി തരുന്ന കുറെ ആൾക്കാരെ നീ ടീമിനകത്ത് എടുത്തിട്ടുണ്ട്. എന്തിനാ? ഇവരുടെ റോൾ എന്താണ്? ഇവരെന്താണ് ഈ ടീമിന് വേണ്ടി ചെയ്യുന്നത്? ഇന്ന് നോക്കുവാണെങ്കിൽ ടീമിനെ നാണം കെടുത്തി. 125 റൺസിന് ഇന്ത്യ പരാജയപ്പെടുകയാണ്. 125 റൺസിന് 76 റൺസിന് ഓൾ ഔട്ട് ആണ്. ഇന്ത്യയുടെ നോക്കുവാണെങ്കിൽ സെക്കൻഡ് ലോവസ്റ്റ് ആയിട്ടുള്ള ടോട്ടലാണ് 76 റൺസിൽ 10 വിക്കറ്റ് നഷ്ടപ്പെടുന്നു. ഇതിനു മുമ്പ് നോക്കുവാണെങ്കിൽ 2008 74 റൺസിൽ ആസ്ട്രേലിയക്കെതിരെ ഓൾ ഔട്ട് ആയിട്ടുണ്ട് ഈ ടീം. ഇന്ന് 2026 ചാമ്പ്യന്മാര്, ബാക്ക് ടു ബാക്ക് ചാമ്പ്യന്മാര് കിടക്കുന്നു. 76 റൺസിന് ഒരു ടീം ഓൾ ഔട്ട് ആവുന്നു. കേവലം 11 ഓവറെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞ ആ ഒരു ഗ്രീസിൽ. പിച്ചിനെ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ടീം, കണ്ടീഷനെ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ടീം. എന്തിന് ഇവൻ ഇന്ത്യൻ ടീമിന്റെ കോച്ചായിട്ടിരിക്കുന്നു? സത്യം പറഞ്ഞാൽ ദൈവത്തിന്റെ ഹിതമാണ് ഇതൊക്കെ. സത്യം പറഞ്ഞാൽ ഇവൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ തുറന്നു കാണിക്കാൻ പറ്റിയ ഒരു അവസരമാണ്. ഒരുപാട് ഫാനുണ്ട് ഗൗതം ഗംഭീറിന്. നോക്കുവാണെങ്കിൽ ഗൗതം ഗംഭീർ അല്ലേ ചാമ്പ്യൻസ് ട്രോഫി നേടിത്തന്നത്? കുന്തമാണ്. ഗൗതം ഗംഭീർ അല്ലേ T20 വേൾഡ് കപ്പ് നേടിത്തന്നത്? സത്യം പറഞ്ഞാൽ അന്നേ നമ്മൾ തോക്കണമായിരുന്നു. ഇന്നാ ഈ സാധനം ഇന്ന് ടീമിന്റെ ഒപ്പം കാണത്തില്ലായിരുന്നു. ഇത്രയും ഒരു വിവരം കെട്ട ഒരു കോച്ച്, അതുപോലെ തന്നെ ഇന്ത്യയുടെ ഒരു ബാറ്റിംഗ് കോച്ച്. ഇന്ന് അവർ നോക്കുവാണെങ്കിൽ ഇന്ന് ശിവൻ ദുബൈക്ക് ഒരു ഫുഡ് വർക്ക് പോലും ഇല്ല. ജോഷ് ടങ്കർ എറിഞ്ഞ ഒരു ഹാർഡ് ലെങ്ത് ഡെലിവറി നോക്കുവാണെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുക. ഒരു ഫുഡ് വർക്ക് പോലും ഇന്ത്യയുടെ ബാറ്റ്സ്മാൻമാർക്കില്ല. സഞ്ജു സാംസൺ നോക്കുവാണെങ്കിൽ കുറച്ച് നാൾ കൊണ്ടായിട്ട് ഫുഡ് വർക്കിൽ കിടന്ന് സ്ട്രഗിൾ ചെയ്യുവാണ്. ഒരു ഫുഡ് വർക്ക് ഇല്ല. തിലക് വർമ്മയ്ക്ക് ഇന്നേ വരെ സ്പിൻ ബോളർമാരെ കളിക്കാൻ അറിയത്തില്ല. ഇതൊക്കെ ആരുടെ കുഴപ്പമാ? കഴിഞ്ഞ കളി ആരോ വന്ന് കമന്റ് ചെയ്യുന്നുണ്ട് എല്ലാ കുറ്റവും കോച്ചിനാണെന്ന്. തീർച്ചയായിട്ടും ഇവിടെ ഉത്തരവാദി കോച്ച് തന്നെയാണ്. ഇത് കോച്ചിന്റെ ടീമാണ്. ഇവിടെ ക്യാപ്റ്റന് വലിയ റോളൊന്നുമില്ല. ഇവിടെ ടീം ഉണ്ടാക്കിയതും പ്ലേയിങ് 11 ഇടുന്നതും സ്ട്രാറ്റജി ഉണ്ടാക്കി കൊടുക്കുന്നതും ഗൗതം ഗംഭീറിന്റെ റോളാണ്. സോ തോൽവിയുടെ ഉത്തരവാദിത്വം ഗൗതം ഗംഭീർ ഏറ്റെടുക്കണം. ജയത്തിന്റെ ഉത്തരവാദിത്തം മാത്രം ഏറ്റെടുത്താൽ പോരാ. ആൾക്കാരെ ബലിയാടാക്കിയാൽ മാത്രം പോരാ. ഓരോ കളി തോക്കുമ്പോഴത്തേനും ഓരോരുത്തരെ ബലിയാടാക്കും. ശുഭ്മൻ ഗില്ലിനെ ബലിയാടാക്കി, സഞ്ജു സാംസനെ ഇപ്പം ബലിയാടാക്കി കൊണ്ടിരിക്കുന്നു. ഇനി എത്ര പേരെ ബലിയാടാക്കാൻ കിടക്കുന്നു? ഈ ഒരു കോച്ചിന്റെ കീഴിലാണ് ഇനി മുമ്പോട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പതനമായിരിക്കും. പതനം. ഒരു നാണം കെട്ട ഒരു കോച്ച് ഇല്ല. നീ മറ്റുള്ളവരെ പുറത്താക്കാതെ നീ സ്വന്തമായിട്ട് ഇറങ്ങിപ്പോ. ഈ ഇന്ത്യൻ ക്രിക്കറ്റിനെ ഒന്ന് രക്ഷിക്ക്. നീ ഒന്ന് ഇറങ്ങിപ്പോയിത്താ. ഇന്ന് ഇന്ത്യ തീരുമാനിക്കുകയാണ്, ഞങ്ങൾ രവി വിഷ്ണുവെ പുറത്താക്കുവാണ്. ഇന്ന് ബോധോദയം വന്നു. പ്ലേയിങ് 11 എന്താണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ടീമാണ്. കണ്ടീഷൻ എന്താണ്, പിച്ച് എന്താണ് എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ടീമാണ്.
ഇന്ന് പ്രിൻസ് യാദവിനെ ടീമിലേക്ക് ഇടുന്നു, രവി വിഷ്ണുവിനെ പിടിച്ച് പുറത്തേക്ക് എറിയുന്നു. ടോസ് കിട്ടി ഇന്ത്യ എന്ന് പറയുന്നു ഞങ്ങൾ എന്തായാലും ചേസ് ചെയ്യാൻ പോവുകയാണ്. ഇതുവരെ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ബാറ്റ് ചെയ്യുമായിരുന്നു. ഫസ്റ്റ് ബാറ്റ് ചെയ്തിട്ട് ഡിഫെൻഡ് ചെയ്യാൻ കഴിയുന്നില്ല. ചേസിന് വേണ്ടി ഇറങ്ങുമ്പോഴത്തേന് ആ സ്കോർ ചേസ് ചെയ്യാൻ കഴിയുന്നില്ല. എന്ത് ചെയ്യാൻ കഴിയും? ടോസ് മാത്രം ജയിക്കുന്നതുകൊണ്ട് ശ്രേയസ് അയ്യർ. ബാറ്റ് ചെയ്യാൻ വരുവാണെങ്കിൽ ബാറ്റ് ചെയ്യാൻ കഴിയത്തില്ല, ബോൾ ചെയ്യാൻ വരുവാണെങ്കിൽ ബോൾ ചെയ്യാൻ കഴിയത്തില്ല. ഇന്നും നോക്കുവാണെങ്കിൽ 17ാമത്തെ ഓവർ നോക്കുവാണെങ്കിൽ സ്പിന്നർക്ക് കൊടുത്തേക്കുന്നു. സുന്ദർ നോക്കുവാണെങ്കിൽ അയർലൻഡിനെതിരെ 19 റൺസ് വഴങ്ങി കളി തോൽപ്പിച്ചു. കഴിഞ്ഞ കളി രവി വിഷ്ണുവിൽ വന്നിട്ട് 17ാമത്തെ ഓവറിൽ 29 റൺസ് വഴങ്ങി കളി തോൽപ്പിച്ചു. ഇന്ന് അക്ഷർ പട്ടേലിനെ പിന്നെയും 17ാമത്തെ ഓവർ കൊടുക്കുന്നു. 18 റൺസാണ് അക്ഷർ പട്ടേൽ വഴങ്ങിയത്. സ്പിന്നറിനെ കൊണ്ട് ഡെത്ത് ഓവർ എറിയിപ്പിക്കുവാണ് ശ്രേയസ് അയ്യർ എന്ന് പറയുന്ന ഇന്ത്യയുടെ ക്യാപ്റ്റൻ. എല്ലാവരും പ്രതീക്ഷിച്ചത് ശ്രേയസ് അയ്യറിന്റെ കീഴിൽ ഈ ടീം ബ്രില്യൻ്റ് ആയോ? എന്താണ് ഈ ടീമിന്റെ അവസ്ഥ? ഇത്ര മോശമായിട്ടുള്ളൊരു ക്യാപ്റ്റൻസി, വളരെ മോശമായിട്ടുള്ള ബോളിംഗ് റൊട്ടേഷൻ. ശിവൻ ദുബൈക്ക് നോക്കുവാണെങ്കിൽ ഒറ്റ ഒരു ഓവറാണ് കൊടുത്തത്. ഒരു സ്പോഞ്ചി ആയിട്ടുള്ള ഒരു വിക്കറ്റ് ആയിരുന്നു. ശിവൻ ദുബൈയെ കൊണ്ട് ഒരു 2-3 ഓവർ എറിയിപ്പിക്കാൻ പറ്റുന്ന ഒരു പിച്ചായിരുന്നു. അവിടെ നോക്കുവാണെങ്കിൽ സ്പിന്നർമാർ ആളടി ഋതമില്ലാതെ എറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ സ്പിന്നർമാർക്ക് കൊണ്ട് ബോൾ കൊടുക്കുക. ഇന്നത്തെ പിച്ചിൽ ഇംഗ്ലണ്ട് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ബോൾ ചെയ്ത് നോക്കിക്കേ. അവർ നോക്കുവാണെങ്കിൽ പവർ പ്ലേക്കകത്ത് പേസ് ബോളിങ്ങിനെ കൊണ്ട് ബോൾ ചെയ്യിപ്പിക്കുന്നു. ഒരു എക്സ്ട്രാ ബൗൺസ് നോക്കുവാണെങ്കിൽ എടുക്കുന്നു പിച്ചിൽ നിന്ന്. ഇന്ത്യ നോക്കുവാണെങ്കിൽ 3ാമത്തെ ഓവറിൽ അക്ഷർ പട്ടേലിനെ കൊണ്ടുവരുന്നു, 14 റൺസ് വഴങ്ങുന്നു. അക്ഷർ പട്ടേൽ വന്നിട്ട് പേസ് ബോളർമാരെ കൊണ്ട് ഷോർട്ട് ബോൾ എറിഞ്ഞു കൊടുക്കുക, ഷോർട്ട് പിച്ച് ഡെലിവറി എറിഞ്ഞു കൊടുക്കുക. നീ എന്തോ പേസ് ബോളറാണോ? അവരുടെ ബോളർമാർ ചെയ്ത് കണ്ടോ? അവർ സ്ലോ ത്രൂ ദെയർ എറിയുന്നു, ബോളിന്റെ സ്പീഡ് കുറച്ച് എറിയുന്നു, അവർ ടോസ് ചെയ്ത് ബോൾ ചെയ്യുന്നു. ഇംഗ്ലണ്ടിന്റെ സ്പിന്നർമാർ, ഇന്ത്യയുടെ സ്പിന്നർമാർ വരുൺ ചക്രവർത്തിയും അക്ഷർ പട്ടേലും കൂടെ വന്നിട്ട് പേസ് ഓൺ ചെയ്ത് ഷോർട്ട് പിച്ച് ഡെലിവറി എറിഞ്ഞു കൊടുക്കുക പേസ് ബോളർമാരെ കൊണ്ട്. ഒറ്റ ബോൾ ഇന്ത്യയുടെ ബോളർമാർക്ക് ടേൺ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, ഒറ്റ ബോൾ. വരുൺ ചക്രവർത്തി നോക്കുവാണെങ്കിൽ വേൾഡ് കപ്പ് മുതലേ ഔട്ട് ഓഫ് ഫോം ആണ്. അക്ഷർ പട്ടേൽ നമുക്കറിയാം ഒരു വിക്കറ്റ് ടേക്കിംഗ് ബോളറേ അല്ല. ഇന്ന് വന്നിട്ട് 2 പേരും കൂടെ എത്ര റൺസാണ് വഴങ്ങിയത്? അക്ഷർ പട്ടേൽ 4 ഓവറിൽ 49 റൺസ്, 1 വിക്കറ്റ്. എക്കണോമി നോക്കുവാണെങ്കിൽ 12 പെർ ഓവർ 12 റൺസ്. അതുപോലെ തന്നെ വരുൺ ചക്രവർത്തി 3 ഓവർ എറിഞ്ഞുള്ളൂ, 35 റൺസ്. എക്കണോമി നോക്കുവാണെങ്കിൽ 11 പെർ ഓവർ വിട്ടുകൊടുക്കുന്നത് 11 റൺസാണ്. അവരുടെ ബോളർമാർ എന്നാ ബ്രില്യൻ്റ് ആയിട്ടാണ് ബോൾ ചെയ്തത്. വിൽ ജാക്സ് വന്ന് ബോൾ ടോസ് ചെയ്ത് ബോൾ ചെയ്യുന്നു. ആദിൽ റാഷിദ് വന്നിട്ട് ഫ്ലൈ ചെയ്ത് ബോൾ ചെയ്യുന്നു. ഇന്ത്യയുടെ സ്പിന്നർമാർ ഇന്ന് നോക്കുവാണെങ്കിൽ സ്പിന്നിനും പേസിനും പറ്റിയ ഒരു പിച്ചായിരുന്നു. അവിടെ നോക്കുവാണെങ്കിൽ ഇന്ത്യ കളി കൊണ്ട് കളഞ്ഞു ഇന്ത്യയുടെ സ്പിന്നർമാർ. ഇന്ത്യയുടെ പേസ് ബോളർമാർ നോക്കുവാണെങ്കിൽ തരക്കേടില്ലാത്ത രീതിയിൽ ബോൾ ചെയ്തു, പക്ഷെ ആ ഒരു ലൈൻ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ആദ്യമേ. ഇവിടെ നോക്കുവാണെങ്കിൽ ഒരു ഹാർഡ് ലെങ്ത് ആയിരുന്നു എറിയേണ്ടത്, ഒരു സ്പോഞ്ചി ആയിട്ടുള്ള ബൗൺസ് കിട്ടുന്ന ഒരു പിച്ചിൽ. ജോഫ് ആർച്ചറും ജോഷ് ടങ്ങും വന്നിട്ട് ഹാർഡ് ലെങ്ത് ഡെലിവറി എറിഞ്ഞത്, ആ ഒരു ഷോർട്ട് പിച്ച് ഡെലിവറിയിലാണ് വിക്കറ്റ് എടുത്തത്. പക്ഷേ ഇന്ത്യയുടെ പേസ് ബോളർമാർ ആദ്യത്തെ 6 ഓവറിനകത്ത് സ്ലോ ബോളാണ് കൂടുതലായിട്ട് എറിഞ്ഞത്. അർഷ്ദീപ് സിംഗ് നോക്കുവാണെങ്കിൽ ആ ഒരു ഫസ്റ്റ് 2 ഓവർ നല്ലപോലെ എറിഞ്ഞു, പക്ഷേ അർഷ്ദീപ് റാണ വന്നിട്ട് സ്ലോ ബോൾ എറിഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷെ 6 ഓവർ കഴിഞ്ഞപ്പോഴത്തേനാണ് ഇന്ത്യയുടെ പേസ് ബോളർമാർ ആ ഒരു ഹാർഡ് ലെങ്ത് ഡെലിവറി എറിയാൻ തുടങ്ങിയത്. ഹാർഡ് ലെങ്ത് ഡെലിവറി എറിഞ്ഞ് ബാക്ക് ടു ബാക്ക് വിക്കറ്റ് കിട്ടി അർഷ്ദീപ് റാണയ്ക്ക്. ഇന്ത്യയുടെ ബോളർമാർക്ക് ആ റിതം മനസ്സിലായി തിരിച്ചു വന്നപ്പോഴത്തേന് കളി കൊണ്ട് കളഞ്ഞു ഇന്ത്യയുടെ സ്പിന്നർമാർ. പ്രിൻസ് യാദവ് നോക്കുകയാണെങ്കിൽ ബ്രില്യൻ്റ് ആയിട്ട് ബോൾ ചെയ്തു. ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു യോക്കറായിരുന്നു ജോസ് ബട്ട്ലറിനെതിരെ. നല്ല ഫോമിൽ നിൽക്കുമായിരുന്നു ബട്ട്ലർ. അവിടെ നോക്കി ബ്രില്യൻ്റ് ആയിട്ട് യോക്കർ എറിയുന്നു. അതുകൊണ്ട് അപകടകാരിയെ ആര്യ ബ്രോക്കിന്റെ വിക്കറ്റ് എടുക്കുന്നു. സാം കറന്റെ ക്യാച്ച് കൊണ്ട് അർഷ്ദീപ് റാണ കൊണ്ട് കളഞ്ഞു, അല്ലെങ്കിൽ 3 വിക്കറ്റ് പ്രിൻസ് യാദവിന് കിട്ടിപ്പോയെന്ന്. ഇന്ത്യയുടെ സ്പിന്നർമാർ നോക്കുമ്പോൾ വളരെ മോശമായിട്ടുള്ള ഒരു സ്പിൻ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇന്ത്യയുടെ. ഇതിനെ അഴിച്ചു പണിയാതെ ഇന്ത്യ രക്ഷപ്പെടത്തേ ഇല്ല. ഈ ഒരു സ്പിന്നുമായിട്ട് ഇന്ത്യക്ക് അധിക ദൂരം ഒന്നും പോകാനേ കഴിയത്തില്ല എന്നുള്ളത് ഉറപ്പാണ്. ഇന്ത്യയുടെ ബാറ്റ്സ്മാൻമാർ വന്നിട്ട് 6 അടിക്കാൻ പോയി വിക്കറ്റ് തുരുതുരാ വലിച്ചെറിഞ്ഞു. ഫിലിപ്പ് സാൾട്ട് നോക്കുകയാണെങ്കിൽ സ്ട്രഗിൾ ചെയ്യുമായിരുന്നു, പക്ഷേ പിച്ചിനെ മനസ്സിലാക്കി, സാഹചര്യത്തിനെ മനസ്സിലാക്കി സ്കോറിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. സാം കരൻ വന്നിട്ട് ബ്രില്യൻ്റ് ആയിട്ടൊരു ഫിനിഷ് കൊടുക്കുന്നു. സാം കരനെ പോലും വിക്കറ്റ് എടുക്കാൻ ഇവർക്ക് കഴിയുന്നില്ല. സാം കരന്റെ ഒരു ക്യാച്ച് തന്നെ നോക്കുകയാണെങ്കിൽ അർഷ്ദീപ് റാണ കൊണ്ട് കളയുന്നു. ഏകദേശം 15-20 റൺസ് നോക്കുവാണെങ്കിൽ ഇന്ത്യ എക്സ്ട്രാ കൊണ്ട് കൊടുത്തു. അത്ര മോശമായിട്ടുള്ള ഫീൽഡിംഗ് ആയിരുന്നു. പിന്നെ ഇന്ത്യൻ ടീമിന്റെ ബാറ്റിങ്ങിലോട്ട് പോകണമെങ്കിൽ IPL സൂപ്പർ സ്റ്റാർ എല്ലാം പിന്നെ സ്ട്രഗിൾ ചെയ്യുന്നു. വൈഭവ് സൂര്യവംശി ആലോചിക്കുമ്പോഴത്തേക്ക് കഷ്ടമുണ്ട്. ആ ഒരു 15 വയസ്സുകാരനെ എല്ലാവരും കൂടെ പ്രഷറിലാക്കി സഞ്ജു സാംസനെ പുറത്തിരുത്തി വൈഭവ് സൂര്യവംശിയെ കൊണ്ടുവരുന്നു. എന്താണ് റെക്കോർഡ്? 2 കളി നോക്കുവാണെങ്കിലും 6 അടിക്കുന്നുണ്ട്, പക്ഷേ ഇന്ത്യൻ ടീം ജയിക്കുന്നുണ്ടോ? 2 6 അടിച്ചാൽ ഇന്ത്യൻ ടീം ജയിക്കൂ? 200 റൺസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്യേണ്ട സ്ഥാനത്ത് വൈഭവ് സൂര്യവംശിക്കെതിരെ ബോഡി ടു ബോഡി ബോൾ ചെയ്യുന്നു. കഴിഞ്ഞ കളി നോക്കുവാണെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് സ്പിന്നർമാർക്കെതിരെ അടിക്കാൻ പോകുന്നു. ഞാൻ ആദ്യമായിട്ടാണ് വൈഭവ് സൂര്യവംശി സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട് 6 അടിക്കാൻ പോകുന്ന കാണുന്നത്. അവിടെ സ്റ്റംപ് ഔട്ട് ആക്കുന്നു. ഇന്ന് നോക്കുവാണെങ്കിൽ ആ ഒരു ഷോർട്ട് ബോൾ എങ്ങനെയാണോ ഗുജറാത്ത് ടൈറ്റൻസ് ഒക്കെ സ്ട്രഗിൾ ചെയ്യിപ്പിച്ചത്, അതുപോലെ ഒരു ഷോർട്ട് ബോൾ ബോഡി കിട്ടി കൊടുക്കുന്നു.
കോഡ് ബിഹൈൻഡ് ആയിട്ട് വിക്കറ്റ് കീപ്പറിന്റെ ഒക്കെ കൊടുത്തിട്ട് സൂര്യവംശി കയറി പോകുന്നു. പ്രഷറാണ് സൂര്യവംശിയുടെ മേൽ. ഒന്നാമത് സഞ്ജു സാംസൺ എന്ന് പറഞ്ഞ ഒരു മെയിൻ പ്ലെയറെ പുറത്ത് നിർത്തിയിട്ട് എന്നെ കൊണ്ടുവരുന്നു എന്നുള്ള ഒരു പ്രഷർ. മറ്റൊന്ന് കണ്ടീഷൻ സൂട്ടബിൾ അല്ല. ഇന്ത്യയിൽ അടിക്കുന്ന പോലത്തെ ഒരു കണ്ടീഷനിൽ വന്നിട്ട് ബാറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സ്പോഞ്ചി ബൗൺസ് ആണ്. കറക്റ്റ് നോക്കുവാണെങ്കിൽ ടൈമിംഗ് കിട്ടത്തില്ല. ബൗണ്ടറിയുടെ ഡയമെൻഷൻ നോക്കുവാണെങ്കിൽ പലതും പല രീതിയിലാണ്. ഒരു ഫ്ലിക്ക് ഷോട്ട് കളിക്കാൻ പോയിട്ട് ശ്രേയസ് അയ്യർ വിക്കറ്റ് കൊണ്ട് കളഞ്ഞു കണ്ടില്ലേ? ഇന്ത്യയിലായിരുന്നെങ്കിൽ മേ ബി അത് 6 ആയിരുന്നു തന്നെ. പക്ഷെ ഇവിടെ നോക്കുവാണെങ്കിൽ ബൗണ്ടറിയുടെ ഡയമെൻഷൻസ് പലതും പല സൈസാണ്. സൂര്യവംശി നോക്കുവാണെങ്കിൽ പരാജയപ്പെടുന്നു. അതുപോലെ തന്നെ അഭിഷേക് ശർമ്മ അല്പമെങ്കിലും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ബാറ്റ്സ്മാനാണ്. പക്ഷെ ഷോർട്ട് പിച്ച് ബോൾ വരുമ്പോഴത്തേന് അഭിഷേക് ശർമ്മ നോക്കുവാണെങ്കിൽ സ്ട്രഗിൾ ചെയ്യുന്നു. പിന്നെ ഇഷാൻ കിഷൻ ഫ്ലാറ്റ് പിച്ച് അങ്ങോട്ട് മാറി അല്പം സ്പൈസി ആയിട്ടുള്ള വിക്കറ്റ് വന്നപ്പോഴത്തേന് ഇഷാൻ കിഷൻ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇഷാൻ കിഷന്റെ സ്കോർ പരിശോധിക്കുവാണെങ്കിൽ 2 കളിയിൽ നിന്നായിട്ട് 62 റൺസാണ് എടുക്കാൻ കഴിഞ്ഞത്. കേവലം 62 റൺസ്. ഷോർട്ട് പിച്ച് ബോൾ വരുന്നു, വിക്കറ്റ് കൊണ്ട് കൊടുത്തിട്ട് കയറി പോകുന്നു. അതുപോലെ തന്നെ തിലക് വർമ്മ കിടന്ന് ഡാൻസ് കളിക്കുമായിരുന്നു. തിലക് വർമ്മ ഓരോരുത്തർ പറയുന്നുണ്ട് തിലക് വർമ്മയെ കൂട്ടി ഇത്രയും ബെറ്റർ ആയിട്ടുള്ള ഒരു പ്ലെയർ ഇല്ലെന്ന് എൻ്റെ കമന്റ് ബോക്സിൽ തിലക് വർമ്മയെ കുറിച്ച് നമ്മൾ പറയുമ്പോഴത്തേന് ഭയങ്കര ടാലന്റാന്നാണ് പറയുന്നത്. സോറി, ടാലന്റുള്ള പ്ലെയർ ആണ്, പക്ഷെ T20ക്ക് പറ്റിയ പ്ലെയർ അല്ല. ഇന്ന് തിലക് വർമ്മ കളിച്ച ബോൾ നോക്കണം. 11 ബോളിൽ നിന്ന് 3 റൺസ് എടുത്ത 3 റൺസ് 27ന്റെ സ്ട്രൈക്ക് റേറ്റ് വന്ന് കിടന്നിട്ട് സ്പിൻ ബോളർമാർക്കെതിരെ കടന്ന് തുഴയുമായിരുന്നു. അവിടെ കിടന്ന് തുഴച്ചിലായിരുന്നു. അവസാനം വിക്കറ്റ് വലിച്ചു കഴിഞ്ഞിട്ട് തിലക് വർമ്മ കയറിപ്പോയി. ഈ തിലക് വർമ്മയൊക്കെ നമ്മൾ ക്യാരി ചെയ്യും, നമ്മൾ സിംബാബ്വേയിലോട്ട് കൊണ്ടുപോകും. സഞ്ജു സാംസനെ കൊണ്ടുപോകത്തില്ല. ഇഷാൻ കിഷനെ നമ്മൾ സിംബാബ്വേയെ കൊണ്ടുപോകും, എല്ലാ കളിയും കളിപ്പിക്കും. പക്ഷെ സഞ്ജു സാംസൺ 3 കളി ഫോം ഔട്ട് ആയി കഴിഞ്ഞാൽ സഞ്ജു സാംസൺ ഔട്ടാണ്. ശിവൻ ദുബെ നോക്കുവാണെങ്കിൽ ഫുഡ് വർക്ക് പോലും ഇല്ല. അവിടെ എന്ന് പറഞ്ഞുകൊണ്ട് ബാറ്റും പിടിച്ചുകൊണ്ട് നിൽക്കുവാണ് ജോഷ് ടാങ്കിന്റെ ഓവറിനകത്ത്. ഈ ഒരു ടീം വെച്ചുകൊണ്ട് എങ്ങനെ 2028 ഇന്ത്യ പോകും? ആസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും ഇതേപോലെ സ്പൈസി ആയിട്ടുള്ള ഒരു വിക്കറ്റ് ഉള്ള കണ്ടീഷനിൽ എങ്ങനെ ഇന്ത്യ കളിക്കും? എന്തോ ഒരു ഭാഗ്യം കൊണ്ട് 2026 ഇന്ത്യ വിജയിച്ചതാണ്. ഇന്ത്യൻ കണ്ടീഷൻ ആയതുകൊണ്ട് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസ് ആയതുകൊണ്ട് 1-2 മാച്ച് വിന്നർമാരുണ്ടായിരുന്നു. ഇപ്പൊ ആ മാച്ച് വിന്നർമാർ ഇന്ത്യൻ ടീമിനോട് ഇല്ലാതെ വരുമ്പോഴത്തേന് ഇന്ത്യൻ ടീം സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തിലക് വർമ്മയുടെ റോൾ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇന്ത്യൻ ടീമിന്, ഇന്ത്യയുടെ സ്പിന്നർമാർക്ക് മൂർച്ച കൂട്ടാൻ കഴിഞ്ഞില്ല എങ്കിൽ, അതുപോലെ തന്നെ ശ്രേയസ് അയ്യറിന്റെ ക്യാപ്റ്റൻസി ഇത്രമാത്രം ദുർബലമാവുകയാണെങ്കിൽ, ഇതുപോലെ ഒന്നിനെ കുറിച്ചും വിവരവും ബോധവും ഇല്ലാത്ത കോച്ചിങ് സ്റ്റാഫ് ആണെങ്കിൽ ഈ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം നല്ല രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. ടെസ്റ്റ് തകർന്നു. ഓഡിയയിൽ നോക്കുവാണെങ്കിൽ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലി ഇറങ്ങുമ്പോഴത്തേന് ഇതിലും ദയനീയമായിരിക്കും അവസ്ഥ. നമ്മൾ അല്പമൊക്കെ മുമ്പിൽ നിന്ന T20 അതിലും വൈറ്റ് വാഷിലിന്റെ വക്കിലേക്ക് വന്ന് എത്തി നിൽക്കുവാണ്. അടുത്ത 2 കളി ഉറപ്പാണ്. ഈ ഒരു പെർഫോമൻസ് ആണെങ്കിൽ വൈറ്റ് വാഷിൽ കുറഞ്ഞ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. മേ ബി അഭിഷേക് ശർമ്മ അല്ലെങ്കിൽ വൈഫോ സൂര്യവംശിയോ എന്തെങ്കിലും ഒരു മാജിക്ക് കാണിച്ചാൽ മേ ബി ഇന്ത്യയുടെ മിഡിൽ ഓർഡർമാർ ചിലപ്പോൾ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാം. പക്ഷെ റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ടതായിട്ട് വന്ന പ്രഷർ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ തിലക് വർമ്മ കടന്ന് വിറയ്ക്കും. വളരെ ദയനീയമായ ഒരു പെർഫോമൻസ്. ഇങ്ങനൊരു പെർഫോമൻസ് ഒന്നും കണ്ടിരിക്കാൻ കഴിയുന്നില്ല.